അനന്തേട്ടൻ, ലിബിയ, അന്തേട്ടാ. അയ്യോ മമ്മി തിരക്കും പോവാം. അതെ വരുന്നു. ഇന്നുണ്ടല്ലോ എന്നെ രാഘവ മാഷ് കൊറേ തല്ലി. എന്തിനാ? കറുത്ത പാന്റ് ഇട്ടേന്. നിനക്ക് അങ്ങനെ തന്നെ വേണം. മമ്മി നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നോക്കി കണ്ട് യൂണിഫോം ഇടണോന്ന്. നീ പൊടി. നീ പോടാ. നിനക്ക് എക്സാം പേപ്പർ കിട്ടിയാ? ആ കിട്ടി. നിനക്ക്? എനിക്കും കിട്ടി. ജയിച്ചാ? പൊട്ടി. നീയാ? ഞാനും പൊട്ടി. അതെ മമ്മി പറഞ്ഞാൽ നമ്മള് രണ്ടുപേരെയും കൊല്ലും. നീ മമ്മിനോട് പറയെടുത്തിട്ട് നമുക്ക് എക്സാം പേപ്പർ മാറ്റി വെക്കാം. അതിന് ഞാൻ നിന്നെ ഒറ്റൂലല്ലോ. ഒന്നുമില്ലെങ്കിൽ നീ എന്റെ കുഞ്ഞനിയത്തിയല്ലേ. നിന്നെക്കാൾ 15 മിനിറ്റ് മുന്നേ ഞാനേ ജനിച്ചേ. ഞാൻ ഒറ്റൂലാട്ടാ. അപ്പൊ നോറയോ? നോറ അവള് നമ്മുടെ യുവദാസാകും. എനിക്ക് എക്സാം പേപ്പർ ഇട്ടാണോ വരാന്ന് വെച്ച് കണ്ടതാ. എനിക്ക് പേപ്പർ ഇട്ടുന്നത് അവള് കണ്ടതാ. അവൾ എന്തായാലും വീട്ടിൽ പറയും മമ്മി നമ്മളെ കൊല്ലും. വീട്ടിൽ പോണത്തിന് മുമ്പ് മമ്മി ചായ കൊണ്ടുവരരുത്, വിശക്കുന്നിരിക്കും. ആദ്യം ഒന്ന് ഭൂമിയിലോട്ട് ഇറങ്ങ്. മമ്മി ഈ 25-10 കിട്ടിയാ നമ്മൾ ജയിക്കോ തോക്കുവോ? 25-10 ജയിക്കും. 10 മാർക്കോ? ജയിച്ചിട്ടുണ്ട്. ജയിച്ചു, പാസ്സായി. വാ രണ്ടമ്പനും ചായ കഴിക്കാം. വാ. എടാ മമ്മി മാത്രമേ അവിടെ കാണുന്നുള്ളൂ. അവള് വന്നിട്ടില്ലെന്നോ തോന്നുന്നു. നമുക്ക് പോയല്ലോ. അവള് വന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് മമ്മി. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. രണ്ടും കൂടെ അവിടെ നിന്ന് ചവിട്ടനാട കളിക്കാതെ പോയി ചായ കൈയും കാലം കഴിയിട്ട് ചായ എടുത്ത് കുടിക്കാൻ നോക്കും. എക്സാം പേപ്പറിന്റെ കാര്യം ചോദിച്ചു മമ്മി. എടുക്കെടുക്ക്. എന്താ എക്സാം പേപ്പർ എടുക്കാൻ? അതിന് പേപ്പർ കിട്ടിയിട്ടില്ല മമ്മി. അത് നിങ്ങക്ക് രണ്ടുപേർക്ക് മാത്രം ഇങ്ങനെ? സ്കൂൾ എല്ലാവർക്കും അങ്ങനെ മമ്മി. അടുത്ത ആഴ്ച കിട്ടുള്ളൂ. കൊള്ളുവോ? കേറിപ്പോ രണ്ടും. നീക്ക് കിളക്കാനാണോ പഠിക്കാനാണോ? എന്ത് കോലം ഇത്? ഞാൻ പഠിക്കാനാ. കേറിപ്പോ മമ്മി ഒരു കൊള്ളുവോ പറഞ്ഞു മമ്മി. മമ്മി ആ കണ്ട പൊട്ടി, രണ്ടും പൊട്ടി. ഞാൻ പൊക്കി, ഒന്നും നോക്കില്ല. നോക്ക് 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 നോക്ക്, കൊള്ളന്മാര് രണ്ടും പൊട്ടി. മമ്മി ചായ അയ്യോ എന്താ ഓടുന്നില്ലേ? ഇല്ല ഓടിക്കോ മമ്മി. അയ്യോ അയ്യോ തള്ള അടിക്കില്ല. ഞാൻ പഠിച്ചോളാം. അയ്യോ മമ്മി അടിക്കില്ല. അയ്യോ ഓടിക്കോടി. അയ്യോ മമ്മി. 1-0 കഴിക്കട്ടെ. പിള്ളേരെ, ഞാൻ ഈ അരിക്കൽ വെച്ചിരുന്ന കാശ് ഉണ്ടായിരുന്നോ? ഇല്ല മമ്മി, ഞങ്ങള് കണ്ടതേ ഇല്ല. അതെ മമ്മി ഞങ്ങളോട് ചോദിക്കുന്ന പോലെ ആ ഡോറാബുജിനോട് കൂടി ചോദിക്കും. ചിലപ്പോ അവക്കറിയായിരിക്കും. മോളി അരിക്കൽ വെച്ചിരുന്ന കാശ് ഉണ്ടായിരുന്നോ? ഇല്ല ഞാനില്ല. ഇല്ല മമ്മി, ഞാൻ കണ്ടതാ. ആ സിഗി ചേട്ടൻ വന്നപ്പോ അവൾ അരിക്കലത്തിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടതാ. ഞാൻ മാത്രല്ല, ഇവിടെ കണ്ടതാ. അതെ മമ്മി, ഞാനും കണ്ടതാ. എന്നിട്ട് നിങ്ങൾ നേരത്തെ ചോദിച്ചപ്പോ പറയാതെ എന്തായിരുന്നു? അത് പിന്നെ മമ്മി, അവള് ഞങ്ങളുടെ കൂടപ്പുറപ്പല്ലേ, ഒച്ചു കൊടുക്കാൻ മനസ്സൊന്നുമില്ല. പിന്നെ അമ്മയാണോ കൂടപ്പുറപ്പാണോ വലുതെന്ന് ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലാവുന്നത് എന്റെ അമ്മയാ വലുതെന്ന. ബിക്കോസ് അമ്മയാണല്ലോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി. വീട്ടില് ഇത്രയും സാധനങ്ങൾ കഴിക്കാനുള്ളപ്പോ നീ എന്തിനാ ഈ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യണേ? ഇത് അരിക്കലത്തിലെ പൈസ അല്ല അമ്മേ. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഫാസ്റ്റ് ഫുഡ് നീ വീടിനകത്ത് കേട്ടരുതെന്ന്. ഞാനല്ല അമ്മേ. നിന്നെ ഇന്ന് ഞാൻ ഇത് അവസാനമാണ്. ഇനി മേലാൽ ഈ ഫാഷൻ ഫുഡൊക്കെ വീടിനകത്തോട്ട് കേട്ടിയുണ്ടല്ലോ നിന്നെ പൈസ കളയാനായിട്ട്.
പാവം. എന്തിനാ ഇങ്ങനെ അടിക്കാലത്ത് നിന്നൊക്കെ കാശ് എടുക്കണേ? അതുകൊണ്ടല്ലേ ഇങ്ങനെ അടി കിട്ടുന്നേ? അല്ലേ ലിബേ? അതെ അതെ, ഞാൻ ഇപ്പോഴാടി ആൾക്കാർ പൈസ കൊട്ടെടുത്തേ. ഇതേത് പൈസ? എവിടെ? അരിക്കല. ഇതോ നോറക്കുട്ടന്റെ മമ്മിയുടെ കയ്യിൽ നിന്ന് എന്തിനാണോ വടി കിട്ടിയത് ആ പൈസ. ചതിച്ചതാ അല്ലേ? അപ്പൊ നോറക്കുട്ട ഇവിടെ നിന്ന് കരയി. നിങ്ങൾ പുറത്തു വിട്ട് കുറച്ച് ഫാഷൻ ഫുഡ് കഴിച്ചിട്ട് വരാം. അതെ, ഒരു മിനിറ്റ്. നോറക്കുട്ട, 1 1. അപ്പൊ ബൈ. ഇതിനുണ്ട് പണി ഞാൻ തന്നിരിക്കും. ഇതെന്റെ ഇരട്ടക്കുട്ടികളുടെ അമ്മയാണ് സത്യം. സ്റ്റോൺ പേപ്പർ സിസർ സ്റ്റോൺ. സമയം കളയാതെ രണ്ടുപേരും കൂടെ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടോ. കാശ് ഞാൻ അതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള ഏതെങ്കിലും ഒന്ന് മേടിക്കാണ്ട് ഇങ്ങോട്ട് വന്നാ രണ്ടും ഞാൻ വൈകുന്നേരത്തെ കഞ്ഞി തരത്തില്ല. ഒരെണ്ണം പോലെ വിടാതെ വാങ്ങിയിരിക്കും മമ്മി. അതെ, എന്നെ കൂടി കൊണ്ടുപോകാമോ? എന്തോ? എങ്ങനെ? കേട്ടില്ല. അല്ല, അമ്മയ്ക്ക് സാധനം വാങ്ങാൻ എന്നെ കൂടി കൊണ്ടുപോകുന്ന കടയില്. കൊണ്ടുപോവാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതെ, ഞങ്ങളെ രണ്ടുപേരും ചേട്ടാ ചേച്ചി ഒന്ന് വിളിച്ചേ. അതെ, ഇങ്ങനെ നിൽക്കാം. വേഗം വിളിച്ചോ. അല്ല, അതല്ല, ഈ ഡയലോഗ് കുറെ ഓടിയതാ, അപ്പൊ ഏക്കോന്ന്. പക്ഷേ സിറ്റുവേഷൻ മാച്ച് ചെയ്താ. നോറക്കട്ടം വിളി. ചേട്ടാ, ചേച്ചി, ഓ അതെ, ഒന്നുകൂടെ ഒന്ന് ഫീൽ ഒന്ന് വിളിച്ചേ. ഒന്ന് ഫീൽ ആവട്ടെ. വിളിക്ക്. മുതലെടുക്കുന്നതാണല്ലോടോ സജി. അപ്പൊ ഈ ഡയലോഗ് ഓടോ? പക്ഷെ സിറ്റുവേഷൻ മാച്ച് ആണല്ലോ. സഞ്ചി സാധനങ്ങളുടെ ലിസ്റ്റും കളയരുത്. ലിബേ, നീ വെയിറ്റ് കൂടിയാടി. നീ തിന്നിട്ടാ നിനക്ക് വെയിറ്റ്. അതെ, മമ്മി പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാം, പക്ഷെ പറഞ്ഞ അളവിലായിരിക്കരുത്. അങ്ങനെ വന്ന ഒരു 150 രൂപ ബാലൻസ് കാണും. അതിൽ നമുക്ക് മുട്ട പഫ്സ് ഐസ്ക്രീം മേടിക്കാം. അതെ നോറ, കൂടെ നിന്നോളണം. മമ്മീനോടെങ്ങാനും പറഞ്ഞ നല്ല പണി തരൂ. ഞാൻ പറയില്ല. അതെ, കൂടെ നിന്ന് അറിയാലോ, മുട്ട പഫ്സും ഐസ്ക്രീം. ഓക്കെ അല്ലേ? ശരി, ഞാൻ നടക്കണം. ബൈ ബൈ. സമയില്ല. അപ്പോ നീ കേറ് തള്ളു. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ, ഇതുപോലെ നീ ഞങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ഇതുപോലെ എപ്പോഴും ഐസ്ക്രീമും പഫ്സും എല്ലാം കിട്ടും. അതെ, മമ്മി നമ്മളെ ചിലപ്പോ പിടിക്കും. അപ്പൊ നമ്മളോട് മമ്മി മറിച്ചും തിരിച്ചും പലതും ചോദിക്കും. അയ്യോ, അങ്ങനെ മമ്മി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെ ഇപ്പഴേ പഠിപ്പിച്ചുതരാം. നിനക്ക് കടയിൽ പോയിട്ട് എന്താ ഇത്ര താമസം? അത് പറഞ്ഞ നല്ല ബ്ലോക്ക് ആയിരുന്നു മമ്മി. സൈക്കിൾ വരെ സ്പേസ് ഉണ്ടായില്ല മമ്മി. അതോട് ഞങ്ങൾ ഒന്നിത്തള്ളി വന്ന സൈക്കിളുമായിട്ട്. ഇതെന്താ സാധനങ്ങൾക്ക് ഇത്ര വെയിറ്റ് കുറവ്? മമ്മി ബാക്കി 10 രൂപ എന്തിയെ? അതേ സിപ്പ വാങ്ങി. നാരങ്ങ മിഠായി വാങ്ങി. ഞാനൊരു കോലുമിഠായി വാങ്ങി. പറഞ്ഞ സാധനങ്ങളൊക്കെ ഇല്ലേ? ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. പെരുംജീരകം പുളി എവിടെ? അതിനകത്തുണ്ടാവും മമ്മി, അല്ല അതെവിടെ പോവാനാ? ഞാൻ മൊത്തം നോക്കിയിട്ടാ ഞാൻ ചോദിക്കുന്നേ. അവന്റെ ഒക്കെ ചേട്ടാ ചേച്ചി. സഞ്ചി സാധനങ്ങളുടെ ലിസ്റ്റും കളയരുത്.
1. അവനോടിരിക്കും ഒരു വക സ്നേഹിതനാനേ. അവൾക്ക് പിടിച്ച ഒരുവിധ സേവകന്യാനെ. ആ ഇതെന്റെ പാട്ടല്ലേ? നിനക്ക് ലൈൻ ഉണ്ടോ? അതുകൊണ്ട് അനിതേട്ടൻ ഫൈനൽ വീക്കോ? നിനക്കോ? എനിക്ക് ലൈൻ ഉണ്ട്. മീനാക്ഷി +2 B. എടാ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചല്ലേ, അവളായിട്ട് ഫുൾ ടൈം അടിയല്ലേ? അവളെങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ. അവൾ അറിഞ്ഞാലേ, അവൾ അറിയാനൊന്നും പോണില്ല. അറിഞ്ഞുടാ, അറിഞ്ഞു, എല്ലാം അറിഞ്ഞു. മമ്മി പിടിക്കാനല്ലേ? നീയൊക്കെ സ്കൂളിൽ പോയതിനാടാ നിനക്ക് പ്രേമിക്കാൻ നീ പ്രേമിക്കുന്നത് പ്രേമിക്കാനല്ലടാ, അതിന് ശത്രുവായിട്ട് ചതിയോ നിനക്ക് എന്താണ് ഇവിടെ? നിങ്ങളിവിടെ എന്താണ് കൊച്ചിന് ചെയ്യുന്നേ? ഒന്നുമില്ല മമ്മി, ഞങ്ങൾ ചുമ്മാ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അതെ അതെ, അത് മമ്മി ഈ ശത്രുക്കളിനെ എങ്ങനെ രക്ഷ നേടാന്ന് ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിക്കായിരുന്നു അവളെ. ഞാൻ അവളോട് ചോദിച്ചാ കൊച്ചു പറ എന്താ പറ്റിയോ? ഒന്നുമില്ല അമ്മി, ഇവര് പറഞ്ഞത് സത്യമാ. ശത്രുക്കളൊക്കെ ഒരുപാടുണ്ടല്ലോ, പഠിക്കായിരുന്നു. ടിഷ്യൂ ഇങ്ങനത്തെ കളിയൊന്നും വേണ്ട, 3 കൂടി ചോറിനാ വാ. ഒരല്പം നന്ദി, പിന്നെ 2 ലെഗ് പീസ്. ഓക്കെ. രവികുമാറിന് 12 വയസ്സ് 3 ദിവസം വസ്തുക്കളുമായി തർക്കിച്ചിരിക്കൽ അവിടത്തെ കണ്ടെത്തിയത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യനാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലേക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണ്ഡലം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ആമേ ആമേ. എപ്പോഴെപ്പോഴും ശുദ്ധീകരിക്കട്ടെ. നീ ഇവിടെ നില്ല്, ഞാൻ ഇപ്പൊ വരാം. നിന്നോട് 100 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇമ്മാതിരി പരിപാടികൾ കാണിക്കരുതെന്ന്. അത് പിന്നെ ഈ മമ്മിയോട് ഞാനും പറഞ്ഞില്ല, എനിക്ക് കണ്ട ഈ ചായനയും കപ്പയൊന്നും എടുത്ത് തരരുത്. ഇതൊന്നും ഞാനല്ല, ഇതൊക്കെ പ്രകൃതിയാണമ്മ. പ്രകൃതിയാണെങ്കിൽ എന്തായാലും അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. It's quite natural, mummy. It's പ്രകൃതി. Oh, family പ്രകൃതി. Canal can be divided into various compartments. Food pipe can be divided into various compartments. Small intestine, large intestine. Middle intestine. Salivary gland. Important role in increasing cultural opportunity. There is my program as well. കുടിച്ചോ, കൊറേ നേരമായില്ലേ, പഠിക്കുന്ന ക്ഷീണം കാണുമല്ലോ. ഞാൻ നിങ്ങളുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നൈറ്റ് എനിക്ക് ലെഗ് പീസ് വേണ്ട, നിങ്ങൾ കഴിച്ചോ. ജിലേബി വേണോ? വേണ്ട, അതങ്ങൾക്ക് ഷൂറാ. ഷൂറാണെങ്കിൽ മമ്മി അടുത്ത് പറയാം, ഹോസ്പിറ്റലിൽ പോവാൻ നമുക്ക്. വേണ്ട, അതെന്താ ഇന്ന് പ്രത്യേക തരം സ്നേഹം? സ്കൂളിൽ നിന്ന് വല്ല ടൂറും പോകുന്നുണ്ടോ? പ്രത്യേകതരം സ്നേഹം തോന്നുന്നു. അതിപ്പോ എല്ലാരും പോകുന്നുണ്ട്, നിങ്ങൾ എനിക്ക് ഭാര്യൊന്നും ഇല്ല. പക്ഷേ ഞങ്ങളെ കാണേണ്ട വിധത്തിൽ കണ്ടു കഴിഞ്ഞാല് ഞങ്ങള് സഹകരിക്കണം. സഹകരിക്കാം. ശരി, ഞാൻ വരാം. ഇത് കുടിക്കാമോ? അവള് വിഷം വല്ലിട്ടുണ്ടോ? അധികം കുടിക്കണ്ട, അവളായതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ഞാൻ കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റി സൂക്ഷിച്ചു വെച്ച പൈസ ഇതിനകത്ത് മൊത്തം. 1 2 Watch.
പാരൊന്നും വെക്കരുത്. ഇല്ല. ഡീൽ ഓക്കെ അല്ലേ? ഡീൽ ഓക്കെ. ഓക്കെ, ശരി. അതെ, ഞങ്ങളുടെ ഇവിടെ വല്ലാത്തൊരു വേദന. ഒന്ന് തിരുമ്മി തരും. ഇവിടെയാണ്. ഇവിടെ. അതെ, എനിക്കും വല്ലാത്ത വേദന. ഇവിടെ 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 വേദന ഇവിടെ. പോട്ടെ, വേദനയൊക്കെ. താങ്ക് യു. അതെ, താങ്കൾക്ക് പോവാൻ അനുവാദമില്ല. പിന്നിലാക്കുമ്പിലേരാപ്പാടി അത് ഞാൻ ഇന്നുമീട്ടന്റെ ശിങ്കാരി രാപ്പാടി അത് ഞാൻ ഇന്നുമീട്ടന്റെ ശിങ്കാരി അതും ഞാൻ. എന്റെ ഷർട്ട് ഉള്ളതുകൊണ്ട് ഡ്രസ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഭയങ്കര ലൂസ്. വെണ്ണിലാക്കുമ്പിലേരാപ്പാടി ഇന്നുമീ കൂടെ ശിങ്കാരി. നീ ആരോടെ ചുറ്റി ഷർട്ട് എടുത്തിട്ടത്? നീ ആരോ വെച്ചിട്ടത്? നീ അത് കൂടി. അതെ, എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് അങ്ങനെ. പക്ഷെ നീ അങ്ങനെയല്ല, നീ വലിഞ്ഞു കയറി വന്നോളാം. ഊരടി. എന്നാ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടും അങ്ങനെയാ. നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ടും ഇല്ല. നീക്കെന്തിനാ ഇടന്നെങ്കിൽ അടി കൂടുന്നേ? നീക്കെന്തിനാ എന്റെ ഷർട്ട് ഇട്ടേക്കണേ? നിന്റെ ഷർട്ട് എടുത്തിട്ടിരിക്കുന്ന പറഞ്ഞ പോലെ നീ എന്താ എന്റെ ഷർട്ട് ഇങ്ങനെ ഊരിക്ക് 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 ഊരിക്ക്. ഞാൻ പറഞ്ഞു. അവള് തന്നെ കടിച്ച സാരമില്ല, നമുക്ക് ടീറ്റി എടുക്കാം. അല്ലേലും നിങ്ങൾ എന്നെ എപ്പോഴെങ്കിലും അനിയത്തിയായിട്ട് കണ്ടിട്ടുണ്ടോ? നിനക്ക് എന്നോട് എന്തെങ്കിലും ഒരു സ്നേഹമുണ്ടോ? ഇല്ല. നോറ, നോറ, എന്റെ കൊച്ചെന്ത്? എന്റെ കൊച്ചെന്തിടെ? എല്ലാം കൂടെ കൊന്നു എന്റെ കൊച്ചിനെ. മമ്മി, ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല, ഞങ്ങള് കണ്ടില്ല അവളെ. സത്യം. നോറ, അയ്യോ, വീട് മൊത്തം നോക്കി, എന്റെ കൊച്ചിനെ കാണാനില്ല. ഈ CCTV ഒന്നും ഇല്ല. അതൊന്ന് പോയി നോക്കടാ, കൊച്ചെവിടെയാന്ന്. നീ CCTV നോക്കി, ഞാൻ വീട്ടിൽ നോക്കാം. മമ്മി, ഇതൊരു ലെറ്റർ. എത്രയും സ്നേഹം നിറഞ്ഞ മമ്മിയും സഹോദരങ്ങളും അറിയുന്നതിന്. നോറ എഴുതുന്ന കത്ത്. എനിക്ക് ഈ വീട്ടിൽ ആരുമില്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ല. ആകെ ഒരു പ്രതീക്ഷ എന്റെ മമ്മിയിലായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി അത്താഴം വിളമ്പുമ്പോ മമ്മി എനിക്ക് ലെഗ് പീസ് തന്നില്ല. കൂടെ പിറപ്പുകളുടെ കുത്തുവാക്കും തിരിച്ചു വ്യത്യാസവും ഉപദ്രവവും സഹിച്ചും കണ്ട് ഞാൻ മടുത്തു. ഈ വീട്ടിൽ നിന്ന് ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല. മമ്മിയുടെ അരിക്കലത്ത് വെച്ച 150 രൂപയും അവളുടെ ബുക്കിലുള്ള 500 രൂപയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ പോവുക, ഇനി എന്നെ അന്വേഷിക്കരുത്. ഗുഡ് ബൈ. സ്നേഹത്തോടെ നോറ. ഒപ്പ്. അയ്യോ, 500. അവളുടെ ഒരു കാശ് ഇപ്പറേം കൊണ്ട് രണ്ടു ഇവിടുന്ന്. അവളെ കൊണ്ടല്ല നീ വീട്ടിൽ കയറി പോരുത്. എന്റെ കുഞ്ഞ്, എന്റെ ദൈവമേ. മമ്മി, ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇറങ്ങ്. CCTVയിൽ അവള് ഈ വഴി പോകുന്ന കണ്ടോ? ഇനി നമുക്ക് സർബത്ത് വെച്ചിട്ട് പോയാലേ? മമ്മി ആൾക്കാരെ നോറ, നോറ, ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ലേ? എന്നാ നമുക്ക് അടുത്തോട്ട് നോക്കാം. എടാ, അവിടെയൊക്കെ നോക്കടാ. നോറ, എടാ, നമ്മളിനി അവള് പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും നോക്കി, അവളെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ നോക്കി. ഇനി ഒരു സ്ഥലമില്ല ബാക്കി നോക്കാനായിട്ട്. ബസ് സ്റ്റാൻഡിലും നോക്കി. എനിക്ക് തോന്നേ ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷനോട്ട് നോക്കാം. ചിലപ്പോ അവിടെ ഉണ്ടെങ്കിലേ. എടാ, അവളുടെ ബാഗല്ലടാ അത്? അവളുടെ ബാഗ് തന്നെ. നോറ, ചേച്ചി, ചേട്ടാ, എന്റെ
പൈസയൊക്കെ തീർന്നു പോയി. ഞാനുണ്ടല്ലോ നമ്മുടെ നാണുമാമയില്ലേ, നാണുമാമന്റെ കയ്യിൽ ചിക്കൻ ബിരിയാണി മറ്റേ ആ ഷെയ്ക്കില്ലേ മറ്റേ അതും വാങ്ങി കഴിച്ചു. പിന്നെ ബാക്കി പൈസക്ക് ഇതൊക്കെ പിന്നെ വീട്ടിലേക്ക് വരാൻ എനിക്ക് ബസ്സും ഇല്ല, പൈസ ഇല്ല, വഴി പറഞ്ഞൂടാ. കോട്ടേക്ക് അറിയണ്ട, ഞങ്ങള് വന്നില്ലേ, അപ്പൊ നമുക്ക് വീട്ടിൽ പോവാ. എനിക്ക് അപ്പൊ നിനക്ക് എന്നോട് സ്നേഹമുണ്ടല്ലേ? നീ നിങ്ങളുടെ ഓരോരോ അനിയത്തില്ലേ, ഞങ്ങൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാ. വീട്ടിൽ പോ. ഇനി എന്നെ എന്തെങ്കിലും പറയോ? ഇല്ല, പറയൂല. ബാഗ് ആ ബാഗ് എടുക്കും. നിനക്ക് 2 ഇരട്ടക്കുട്ടികളാണല്ലേ, സിബ്ലിങ്സ്? ഞാനിതുവരെ അവരെ കണ്ടിട്ടില്ല. എന്നെ എന്നാ അവരെ പരിചയപ്പെടുത്തി തരാം. പരിചയപ്പെടാലോ, വൈകാതെ പരിചയപ്പെടാ. ഇരട്ടക്കുട്ടികളുടെ അനിയത്തിയെ പ്രേമിക്കാൻ ഇരട്ടക്കുട്ടികൾ സമ്മതിക്കും ഓരോരോ. നീ എന്താ പറഞ്ഞ? പ്രേമോ? അല്ലേ? അല്ല, പിന്നെ ബെസ്റ്റി. അപ്പൊ ബെസ്റ്റി. അതെ. നോറയ്ക്ക് കോലിമിട്ടായി ഇഷ്ടമാണോ? വേണ എന്റെ പാന്റിന്റെ പോക്കിൽ 2 കൂടി ഉണ്ട്, ഒരോടി തരട്ടെ? വേണ്ട, ഇത് മതി. ലവർക്ക് മേലെ ഫ്രണ്ട് ഉണ്ടോ? ഒന്നുമില്ല, പാട്ട് പാടിയത്. നോറയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? എനിക്ക് കൊറേ ഫേവറേറ്റീസ് ഉണ്ട്. ഇതേതാ ഈ പള്ളി? ആരാടാ നീ? നിന്നെ മുന്നോട് കണ്ടിട്ടില്ലല്ലോ. നീ സ്കൂൾ യൂണിഫോം ആടാ? ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ പാലാരിയേട്ടും. ഓഹോ, അപ്പൊ അവിടെ പെണ്ണുങ്ങളൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും അപ്പുറത്തെ സ്കൂളിൽ വല വിട്ടത്. നീ എന്താ സ്പൈഡർമാനോ? അല്ല, ഹൾക്ക് കണ്ടില്ലേ? എന്താ ഞാൻ ശക്തിമാനാ, ഇവള് വണ്ടർ. ആരുടെ ഇത്? ചേട്ടൻ ചേച്ചി എന്തിനാ കിടന്ന് ചൂടാണ്? ഇതെന്റെ അനിയത്തി, അതാ നോക്ക്. കണ്ടാ? ആ, ഞങ്ങൾ സ്കൂൾ വിട്ട് വീട്ടിൽ പോണ വഴിക്കാണ് നിങ്ങൾ ഇങ്ങനെ കിടന്ന് ചൂടാണ്. വാ മോളെ പോവാ. അപ്പൊ ഇത് നിന്റെ അനിയത്തിയാണല്ലേ? അതെ, കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇതെന്റെ അനിയത്തിയാണ്. കണ്ടിട്ട് മനസ്സിലായില്ലല്ലേ? വഴിന്ന് മാറോ, വീട്ടിൽ ഞങ്ങളുടെ അമ്മ വീട്ടിൽ പേടിക്കും. വാ പോവാ. അതെ, നിന്റെ അനിയത്തിയുടെ പേരെന്താടാ? നോറ സൂസൻ ജോർജ്. എന്റെ പേരെന്താടി? സൂസൻ ജോർജ്. ഞാൻ നിന്റെ ആരാടി? ചേച്ചി. എന്റെ പേരെന്താടി? ലിബിൻ സൂസൻ ജോർജ്. ഞാൻ നിന്റെ ആരാടി? ചേട്ടൻ. അപ്പൊ ഇതാണല്ലേ ആ 2 ഇരട്ടക്കുട്ടികൾ. കാണാന്ന് പറഞ്ഞപ്പോ ഇത്ര പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ചേട്ടാ ചേച്ചി, എന്റെ ഭാഗത്തും തെറ്റുണ്ട്, സോറി. ഞാനെന്ന് അങ്ങട്. അതെ, ഇത് ഞങ്ങളുടെ അനിയത്തിയുടെ സൈക്കിൾ. ഇനി മേലെ നിന്നെ ഈ ഭാഗത്ത് കണ്ടു പോടാ. ഇവനെ പിറകെ നിന്നെ കണ്ടാണ്ടല്ലേ. ചേട്ടായി, എന്ത് നേരത്തെ ചേട്ടനെ കാണാനുള്ളതുകൊണ്ട് ഞാൻ ക്ലാസ് നേരത്തെ കട്ട് ചെയ്ത്. എന്താ ഇത്ര ലേറ്റ് ആയത്? ഞാൻ അത്ര നേരം നോക്കിയിരിക്കാൻ അറിയാവോ? അതെ അനന്തേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഇന്ത്യക്കാസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ വീട്ടിൽ സമ്മതിക്കോ? നീ എനിക്ക് വേണ്ടി എത്ര കാലം കാത്തിരിക്കും? എത്ര നാടാണെങ്കിൽ എനിക്ക് പിന്നെ പൊന്നെ, നീ എത്ര ദൂരത്താണേലും അത്രയും ദൂരത്ത് വന്ന് നിന്നെ ഞാൻ കൊണ്ടുപോകും. എന്നെ ബൈക്കിൽ കൊണ്ടുപോന്ന് പറഞ്ഞിട്ട് ചേട്ടാ, റെയിൻബോ ഐസ്ക്രീം ഉണ്ടോ? റെയിൻബോ ഒന്നും വേണ്ട, കരിക്കോയി. എന്താ? ഞാൻ ഇത് ഭാഗ്യവാനാ. പറയട്ടെ, ഇതാണ് ഞാൻ ആഗ്രഹിച്ച എന്റെ പാർട്ട്ണർ. നിനക്ക് എന്തൊക്കെ ആവശ്യം? എല്ലാരും പറയാറുണ്ട്. അതെ, ഇനി ലേറ്റ് ആവുന്നുണ്ട് കഴിഞ്ഞാ നമുക്ക് പോവാം. അതെ, ഇന്നത്തെ ഡേ നല്ല നൈസ് ആയിരുന്നല്ലേ?
അതെ നീ ഇന്ന് ഫുഡ് കഴിച്ചപ്പം ഏത് കാർട്ടൂൺ സോങ്ങാ കേട്ടെ? ഞാൻ കോക്കാമിലന്റെ പാട്ട കേട്ടെ. നീയോ? ഞാൻ മറ്റേ ആര് പറഞ്ഞു മ്യാവും. ആ എന്ത് രസമാ. എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ 2 പ്ലേറ്റ് ചോറ് തിന്നു അത് കണ്ട്. നോറ, ഞാൻ ആദ്യമായിട്ട് ഒരു സ്ത്രീ ആയിട്ട് ഇങ്ങനെ ഡേറ്റിങ്ങിന് തന്നെ. നീയോ? ഞാനും ആദ്യമായിട്ടാ ഒരു പുരുഷനുമായിട്ട്. ചേട്ടായി ഞാനല്ല നമ്മുടെ വീട്ടില് പറഞ്ഞു. അയ്യോ കുഞ്ഞോളെ സീനാവൂലേ? എന്ത് സീൻ? ചേച്ചി അപ്പഴേ ഓക്കെ പറഞ്ഞു. പിന്നെ ബാക്കി അമ്മേനും പപ്പേനൊക്കെ ഒന്ന് സമ്മതിപ്പിക്കാനുണ്ട്. എനിക്ക് +2 റിസൾട്ട് വരാത്തതൊക്കെ എങ്ങനെയാ? ആ നമുക്കൊക്കെ മറന്നപ്പോ സ്പീഡിൽ പോവാം. സ്പീഡ് പോ. കുഞ്ഞോൾക്ക് സ്പീഡ് പേടിയുണ്ടോ? എനിക്കെന്ത് പേടി? സ്പീഡ് അങ്ങ് കൊടുക്ക്. ഇത് അവളല്ലേ? അതെ നിങ്ങൾ പൊക്കോ, ഞങ്ങൾ വന്നോളാം. അല്ല റെഡി? നിനക്ക് ഞായറാഴ്ച കിട്ടി, നിനക്ക് തുറന്ന മോളെ വേഗം പോ. നീ ശരിയാക്കി തേണ്ട, നീ വീട്ടിലേക്ക് വാ. ചേട്ടൻ ചേച്ചി നിനക്ക് തുറന്ന മോളെ വേഗം പോ. എടാ 100 വരടാ വണ്ടി ചവിട്ടി കളിച്ചാലേ. നീ വീട്ടിലേക്ക് വാ. ഞങ്ങൾ ഡേറ്റിങ്ങിന് പോലെ ഡേറ്റിംഗ്. നിനക്ക് ഡേറ്റിങ്ങിന്റെ സ്പെല്ലിംഗ് എന്താ നിനക്കറിയോടി?